കൂട്ടുകാരെ, നമുക്കൊന്നൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കിയാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. തുടക്കക്കാർക്കും കൊച്ചു കുട്ടികൾക്കും വരെ ഇത് തയ്യാറാക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലേക്ക് ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകും. വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ സവാള ഒരെണ്ണെടുത്ത് വറുത്ത് ഊരി വെച്ചതാണ്, അത്, മല്ലിച്ചപ്പം, മുത്തേയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒഴിച്ചെടുക്കുന്നത് ചെറുനാരങ്ങ നീരാണ്, പിന്നെ തൈര്, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ പാകത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതങ്ങനെ ഏകദേശം ഒരു 6-7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. അത്ര വെച്ചില്ലെങ്കിലും ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളത്തിലേക്ക് ജാതിപത്രി, തക്കോലം, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, പെരുംജീരകം, പാകത്തിന് ഉപ്പ്, പിന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചിട്ട് നമുക്കിവിടെ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ബസ്മതി അരിയാണ് ബിരിയാണിക്ക് ഉപയോഗിക്കാറ്. നമുക്കൊരു ബിരിയാണി പോട്ടിൽ 2 ടീസ്പൂൺ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് മൂടി വെക്കാം. ഈ സമയം നമ്മുടെ ചോറ് റെഡിയായി നോക്കാം. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒറ്റ ഇതിൽ തന്നെ അങ്ങോട്ട് ഊറ്റിയെടുക്കാം. ചോറ് കംപ്ലീറ്റ് ഊറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മാക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്കിനി റൈസിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചെടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചോറ്, റൈസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ റൈസ് മുഴുവനായും നമുക്ക് ഒരു ഒഴിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. റോസ് വാട്ടർ ഒരു 1/4 ടീസ്പൂണോളം റോസ് വാട്ടർ ഒഴിച്ചെടുക്കാം. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വെക്കാം. സ്ലിമ്മിൽ തന്നെ നമുക്ക് വരുത്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആയിട്ട് മല്ലിച്ചപ്പ്, പുതിനയിലിട്ട് കൊടുക്കും. ഇനി നമ്മൾ ഇട്ടെടുക്കാൻ പോകുന്നത് സവാള വറുത്ത് വാരി വച്ചിരുന്നതാണ്. അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കും അതുപോലെ തുടക്കക്കാർക്കും ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്.
പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കുക. ബൈ.